രാജാവ് തന്റെ കയ്യുറകൾ കൊണ്ട് ഏതെങ്കിലും മനുഷ്യനെ സ്പർശിച്ചാൽ ആ വ്യക്തി തൽക്ഷണം ഒരു കല്ല് പ്രതിമയായി മാറും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അയാൾ ദ്വീപിലെ എല്ലാ സുന്ദരികളായ പെൺകുട്ടികളെയും കല്ലാക്കി മാറ്റി. ഒരു ദിവസം ഒരു ദമ്പതികൾ കടന്നുപോയി പ്രതിമകളെ പ്രശംസിച്ചു. അവരേതു നിമിഷവും ജീവനിലേക്ക് വരുമെന്ന പോലെ അവർ വളരെ ജീവനുള്ളതുപോലെ തോന്നി. പെട്ടെന്ന് രാജാവ് മുഖത്ത് പുഞ്ചിരിയോടെ പ്രത്യക്ഷപ്പെട്ടു. ഈ പ്രതിമകളെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, അയാൾ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാമുകിയെ ഒരു സുന്ദരിയായ മോഡലാക്കി മാറ്റാം. ഒരു നിമിഷം ചിന്തിക്കാതെ പെൺകുട്ടി അയാളെ വിശ്വസിക്കുകയും അയാളോടൊപ്പം പോകാൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ രാജാവിന്റെ വാക്കുകളിൽ എന്തോ ഒന്ന് ആ കുട്ടിയെ അസ്വസ്ഥനാക്കി. അവരെ പിന്തുടരാൻ പോകുന്നതിനിടയിൽ തന്റെ പിന്നിൽ ഒരു വിചിത്ര ശബ്ദം കേട്ടതായി അയാൾ കരുതി. പക്ഷേ അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രതിമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരാൾ പോലും കാഴ്ചയിലില്ല. അയാൾ കേട്ടത് തെറ്റായിരിക്കുമെന്ന് അയാൾ കരുതി. അതേസമയം പെൺകുട്ടി ഇതിനകം കൊട്ടാരത്തിലെത്തി സന്തോഷത്തോടെ ഒരു കുളി ആസ്വദിക്കുകയായിരുന്നു. പെട്ടെന്ന് വെള്ളത്തിലൊരു നിഴൽ അയാൾ കണ്ടു. ഒരു ശബ്ദം ഉടനെ അവളെ മുന്നറിയിപ്പ് നൽകി. ഈ സ്ഥലം വളരെ അപകടകരമാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം. അടുത്ത നിമിഷം നിഴൽ അപ്രത്യക്ഷമായി. അയാൾ കൊട്ടാരം പര്യവേക്ഷണം ചെയ്യുമ്പോൾ ഒരു ദാസൻ അയാളെ പിന്തുടരുന്നത് അയാൾ ശ്രദ്ധിച്ചു. അയാൾ ദാസനെ പിടിച്ചാവശ്യപ്പെട്ടു, എന്തിനാണ് നിങ്ങൾ എന്നെ പിന്തുടരുന്നത്? ദാസൻ മെല്ലെ പറഞ്ഞു, ഇവിടെയുള്ള രാജാവ് യഥാർത്ഥ രാജാവല്ല, അയാൾ ഒരു വ്യാജനാണ്. ആളുകളെ പ്രതിമകളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ജോഡി മാന്ത്രിക കയ്യുറകൾ അയാളുടെ പക്കലുണ്ട്. ദാസൻ തുടർന്നു, നിങ്ങൾ എനിക്ക് വിശ്വാസമില്ലെങ്കിൽ പിന്നിലെ മുറിയിൽ പോയി നോക്കൂ. അടുത്ത ദിവസം ആ കുട്ടി നിശബ്ദമായി ആ മുറിയിലേക്ക് കടന്നു. പെട്ടെന്ന് തന്റെ പിന്നിൽ ഒരു വേദനയുടെ നിലവിളി അയാൾ കേട്ടു. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ കണ്ടുമുട്ടിയ ദാസൻ ഇപ്പോൾ ഒരു പ്രതിമയായി മാറിയിരിക്കുന്നു. അയാൾ ഒരു മഷെടുത്തു. നൂറുകണക്കിന് പ്രതിമകൾ മുറിയിൽ നിരന്നിരിക്കുന്നത് കണ്ടു. തന്റെ കാമുകിയെക്കുറിച്ചുള്ള ഭയം അയാളുടെ ഹൃദയത്തെ നിറച്ചു. അയാൾ കൊട്ടാരത്തിലേക്ക് ഓടി. പക്ഷേ അയാൾ അവിടെ എത്തുമ്പോഴേക്കും രാജാവ് ലൂസിയെ ഒരു പ്രതിമയാക്കി മാറ്റിയിരുന്നു. അവളുടെ മരവിച്ച രൂപം കണ്ട് ആ കുട്ടി ഞെട്ടരോടെ നിൽക്കുമ്പോൾ അയാളുടെ മുഖത്ത് കണ്ണീരൊഴുകി. അപ്പോൾ രാജാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ ഊഴമാണ്. പക്ഷേ ആ കുട്ടി ഓടി. നിർഭാഗ്യവശാൽ അയാൾ ഒരു മരവിച്ച അവസ്ഥയിലെത്തിപ്പെട്ടു. അയാൾ ഒരു പതാകക്കമ്പം വലിച്ചുകീറി മരണം വരെ പോരാടാൻ തയ്യാറായി. അപ്പോഴാണ് ദാസൻ സമയത്തിന് പ്രത്യക്ഷപ്പെട്ട് രാജാവിനെ വ്യതിചലിപ്പിച്ചത്. അവസരം കൊണ്ട കുട്ടി രാജാവിനെ ബാൽക്കണിയിൽ നിന്ന് തള്ളിയിട്ടു. രാജാവ് ആ കുട്ടിയോട് അയാളെ തിരികെ വലിക്കാൻ അപേക്ഷിച്ചു. ലൂസിയിൽ നിന്ന് ശാപം നീക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. പക്ഷെ പിന്നെ അയാൾ ഒരു ഒളിഞ്ഞ ആക്രമണം നടത്താൻ ശ്രമിച്ചു. ആ കുട്ടി അത് കണ്ടിരുന്നു. അയാൾ രാജാവിന്റെ കൈത്തണ്ട പിടിച്ച് അയാളുടെ തലയിൽ തൊടാൻ നിർബന്ധിച്ചു. അടുത്ത നിമിഷം രാജാവ് തന്നെ ഒരു പ്രതിമയായി മാറി താഴ്വരയിലേക്ക് വീണു കഷണങ്ങളായി തകർന്നു. രാജാവിന്റെ മരണത്തോടെ മാന്ത്രികത തകർന്നു. അത്ഭുതകരമായി കല്ലാക്കി മാറ്റപ്പെട്ടവരെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു.